പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെ വാക്യങ്ങളിൽ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ ധ്യാന വിഷയമായി വിശുദ്ധ കുർബാനയിലുള്ളത്. താൻ ആരാണെന്ന് ജനങ്ങൾ, ശിഷ്യന്മാരൊക്കെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നറിയാൻ ഈശോ ഒരു സെൽഫ് ഓഡിറ്റ് നടത്തുന്നു. അതാണ് നമ്മൾ ഈ തിരുവചനത്തിൽ കാണുന്നത്. ഏതൊരു സ്ഥാപനവും, അത് വിദ്യാഭ്യാസ സ്ഥാപനമോ, സാമൂഹ്യ സേവന സ്ഥാപനങ്ങളോ, ആതുര സേവന സ്ഥാപനങ്ങളോ, ഏത് ബിസിനസ് സ്ഥാപനവും ആയിക്കൊള്ളട്ടെ, തങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ, നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്ന് സെൽഫ് ഓഡിറ്റിംഗ് അഥവാ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് ആണെന്ന് ബിസിനസ് മേഖലകളിൽ പറയാറുണ്ട്. ഈശോ ഒരു നല്ല മാതൃക ഇവിടെ ആ സെൽഫ് ഓഡിറ്റിങ്ങിൻ്റെത് നമുക്ക് കാണിച്ചു തരുന്നു. ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു സെൽഫ് ഓഡിറ്റിങ് വളരെ അത്യാവശ്യമായി കൂടെ നടത്തേണ്ടതുണ്ട്. നമ്മളെ മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മെ ദൈവം എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മളെ നമ്മൾ തന്നെ എങ്ങനെ കാണുന്നു എന്നീ 3 കാര്യങ്ങളാണ് നമ്മളൊരു സെൽഫ് ഓഡിറ്റിങ്ങിൽ അറിയേണ്ടത്. നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മളെ മറ്റുള്ളവരെങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മളെ ദൈവം എങ്ങനെ മനസ്സിലാക്കുന്നു. ഇത് 3ഉം ഒരേ അർത്ഥത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ആത്മീയമായി ദൈവത്തിന്റെ മുമ്പിൽ വിലയുള്ളതായി മാറുന്നത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈ സെൽഫ് ഇവാലുവേഷൻ കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാടോടെ മുമ്പോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. ഇടയ്ക്കിടെ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ആരാണെന്നാണ് ദൈവം പറയുന്നത്? ദൈവം എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിന് ദൈവം വിലയിടാൻ പോകുന്നത്. ദൈവം എന്നെ കാണുന്നതനുസരിച്ച് ദൈവത്തിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, മറ്റുള്ളവരുടെ മുമ്പിലുള്ള നന്മയേക്കാൾ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആരാണെന്നാണ് ദൈവം പറയുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ, അല്ലെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ അനുഗ്രഹീത ദിവസത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെ ഹിതമനുസരിച്ചായിരിക്കട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങളെ എങ്ങനെ കാണുന്നു, എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സംസാരത്തിലും പെരുമാറ്റത്തിലും മനോഭാവങ്ങളിലും കൃത്യമായ വ്യക്തത പുലർത്തുവാൻ, അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.